ഹലോ ഫ്രണ്ട്സ്, എല്ലാവരും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നൊരു കല്യാണത്തിന് പോയതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ് ഇത്. ഇന്നത്തെ അല്ല, കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ച പോയിട്ടുണ്ടായിരുന്നൊരു വീഡിയോ ആണ്. കഴിഞ്ഞ ഞായറാഴ്ച ഉണ്ടായിരുന്നൊരു കല്യാണമായിരുന്നു. ഞങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഫ്രണ്ട്, അതായത് വൈഫിൻ്റെ കൂടെ പഠിച്ചതാണ്, ജിനുവിൻ്റെ കൂടെ പഠിച്ചൊരു ഫ്രണ്ടിൻ്റെ ഒരു കല്യാണമായിരുന്നു. പക്ഷേ ജിനുവിൻ്റെ ഫ്രണ്ടാണെങ്കിൽ പോലും ഞങ്ങൾക്ക് അത്രയും ഒരു എന്താ പറയുക, ഒരു കമ്മ്യൂണിക്കേഷൻ ഉള്ളൊരു ആളാണ് അനു. കാരണം ഞങ്ങളുടെ എന്താ കല്യാണത്തിൻ്റെ ആ സമയത്തും എൻഗേജ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷമൊക്കെ അത്രയും കെയറിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ഒരു ഫ്രണ്ടാണ് അനു. അപ്പോൾ അവളുടെ മാരേജിനാണെന്ന് പോയിട്ടുള്ളത്. അപ്പം ഞങ്ങൾ ലേറ്റാവുമെന്ന് വിചാരിച്ചാണ്. പക്ഷേ പെണ്ണെത്തുന്നതിന് മുമ്പ് നമ്മൾ ഹോളിലെത്തി, കുറച്ച് നേരത്തെ തന്നെ എത്തി. അവൾ കയറുന്നതും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റി. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഹോളിലേക്ക് കയറിയിട്ടു. ഹോളിൽ പോയപ്പോൾ അവിടെ അവർ വന്നിട്ടില്ല. പിന്നെ അവർ എത്താനാവുന്നേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവിടെ കയറിയിരുന്ന് അവിടെ പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ടു. സ്റ്റേജിലേക്ക് നോക്കി അങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ഒരുപാട് നേരം വെയിറ്റ് ചെയ്തു. അങ്ങനെ അനു സ്റ്റേജിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അനുവിൻ്റെ സ്റ്റേജിലേക്കുള്ള എൻട്രിയാണ് ഇപ്പം കാണുന്നത്. കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ടോ, കാരണം ഞങ്ങൾ ഒരുപാട് നേരമായി വന്നിട്ട്, ഒരുപാട് നേരമായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പം കുറച്ച് നേരം കഴിഞ്ഞാലാണ് ഇവർ വരുന്നത്. അങ്ങനെ പരിപാടിയൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ കൂട്ടിയുള്ള ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദുവിനെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. കാരണം ഇവന് നടക്കാൻ തുടങ്ങിയതുകൊണ്ട് തന്നെ കയ്യിൽ എവിടെയും നിൽക്കുന്നില്ല. പിന്നെ അത് മാത്രമല്ല, ഇങ്ങനെ ഫോൺ കൊടുക്കുന്ന സമയത്ത് ആദ്യം പോയി ഫോട്ടോ എടുക്കുക, സെൽഫി എടുക്കുക, വീഡിയോ എടുക്കുക, അതൊക്കെയാണ് മെയിനായിട്ടുള്ള ഹോബി. അപ്പം ഭാവിയിലുള്ളൊരു ബ്ലോഗർ ആവുന്നതാണ് എനിക്ക് പ്രതീക്ഷ. മാഷാ അല്ലാഹ്. ഇവിടെ ഇങ്ങനെ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പരിപാടി സ്റ്റേജിലേക്ക് ഇതുവരെ കയറിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറച്ച് ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു ജിനുവിൻ്റെ. അപ്പം അവരോട് കുറച്ച് നേരം സംസാരിച്ച്. പിന്നെ നമുക്ക് അനു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആട്ടോ. കാരണം നമ്മൾ എന്താ പറയുക, ലവ് മാരേജ് ആയിരുന്നു. ആ സമയത്ത് നമ്മളെ പാരൻസിനെക്കാട്ടും കൂടുതൽ കെയറിങ് എന്ന് പറയാമല്ലോ. അതായത് ജിനുവിനെ കോളേജ് വിട്ട് കഴിഞ്ഞാൽ വീട്ടിലെത്തിയോ എന്ന് ചോദിച്ചിങ്ങാണ്ട് അവരുടെ പ്രശ്നങ്ങളോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഒപ്പരം നിന്ന് ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരാൾ കൂടിയാണ്. ഫുൾ ടൈം സപ്പോർട്ടും കാര്യങ്ങളൊക്കെ തന്നിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മളെപ്പോഴും ഒരു ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യുന്ന ഒരാളാണ്. അതിൻ്റെ ഇടയിൽ അത് ഫുള്ളൊന്ന് നടക്കാൻ തുടങ്ങി. ഫുള്ളായിട്ട് ഹോള് മൊത്തം നടക്കുന്നൊരു പരിപാടിയായിരുന്നു. അപ്പം ഇവിടുന്ന് കൈവിട്ടുകൊണ്ട് ആ ഒരു തലക്കൽ വരെ പോവും, അവിടുന്ന് തിരിച്ചു വരും. പിന്നെ അതുപോലെ തന്നെ എൻ്റെ കൈ പിടിച്ച് നടന്നു നോക്കിയ സമയത്ത് ഹോളിലെവിടെ നിൽക്കുന്നില്ല, മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുക. ഇങ്ങനെ പാട്ട് മാറുന്നതിനനുസരിച്ച് അതിൽ എൻജോയ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നമ്മളെന്തെങ്കിലുമൊക്കെ പറയുന്ന സമയത്ത് അതിനെ കളിയാക്കുക. അതൊക്കെയാണ് ഇപ്പോഴത്തെ ഹോബി കേട്ടോ, മെയിനായിട്ട്. അപ്പം പിന്നെ ഫോണ് വിട്ട് തരുന്നില്ല. ഇവൻ്റെ ഈ കളി കാണുന്ന സമയത്ത് എനിക്ക് എൻ്റെ ചെറുപ്പം ഓർമ്മ വരുന്നത്. ഞാനും ഏകദേശം ഇങ്ങനെ തന്നെ ആയിരുന്നു. എൻ്റെ ഫോൺ എടുത്തിട്ട് അത് ഫുൾ ടൈം എൻ്റെ കയ്യിൽ തന്നെ ഉണ്ടാകല്. അപ്പോൾ അതിനു വേണ്ടി എല്ലാവരും ഇങ്ങനെ പറയലുണ്ട്, എപ്പോഴും ചെക്കനയിൽ ഫോണാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതൊക്കെയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. പിന്നെ ഇത് കളിച്ച് ലോക്കായി ഫോൺ. ഇത് കണ്ടോ, ഇങ്ങനെ കണ്ടോ ഇവന്, അതായത് കൈവിട്ടിരുന്നാൽ ഇങ്ങനെ നടന്നു കണ്ട് അതിൽ ചുറ്റി നടന്നു കണ്ട് തിരിച്ചു വരും. ഇങ്ങനെ നടന്ന് പിന്നെ ഇവിടുന്ന് ഒരു ഫ്രണ്ടിനെയും കൂടി ഒപ്പിച്ചിട്ടുണ്ട്. രണ്ടാളും കൂടി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ വേഗം തിരിച്ചു പോയിട്ട് അവൻ വേഗം കുറച്ച് നേരം സംസാരിച്ച്, അവർ സംസാരിക്കുന്ന അവർക്ക് മാത്രമേ ഇങ്ങനെ മനസ്സിലാവുന്നുണ്ട്, നമുക്കൊന്നും മനസ്സിലാവുന്നില്ല. ആ രണ്ടാളും സംസാരിച്ച് കുറച്ച് നേരം എന്തൊക്കെയോ പറയുന്നുണ്ട്. അതായത് ആ ചെറിയ മോനെ തിരിച്ചു പോയി. അങ്ങനെ ഞങ്ങൾ രണ്ടാളും, ഞാനും ജിനും പ്രതീക്ഷിച്ച ആ ഒരു നിമിഷം, അതായത് അനുവിൻ്റെ മെഹർ കെട്ടുന്ന ആ ഒരു നിമിഷം, അതാണ് കേട്ടോ. കാരണം
ഞങ്ങളത് ആദ്യമേ പറയലുണ്ടായിരുന്നു, അനുവിൻ്റെ കല്യാണം ഒന്നാവട്ടെ, അനുവിൻ്റെ കല്യാണം ഒന്നാവട്ടെ എന്ന് പറയലുണ്ടായിരുന്നു. കാരണം ആ രീതിയിലുണ്ടായിരുന്ന ഒരു എന്താ പറയുക കെയറിങ് ആണ് അവളെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം അത്രയും ഞങ്ങൾക്ക് ഒപ്പം നിന്നിട്ടുള്ള ഒരാളാണ്. നേരെ ഏട്ടെന്നൊക്കെ നോക്കിക്കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് തിരിഞ്ഞ് നോക്കുമ്പോൾ പിന്നെ അവനെ കാണാനില്ല. അങ്ങനെ നോക്കുന്ന സമയത്ത് അപ്പുറത്തുണ്ട് വേറൊരു ചെക്കനെ പിടിച്ചിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ആ മോനാണെങ്കിൽ ഇവന് എന്തോ പറയുന്നുണ്ട്, അവനൊന്നും മനസ്സിലാവുന്നില്ല. ഇവന് എന്നിട്ട് ടാങ്ങൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്, പക്ഷെ അവൻ എത്രയായിട്ട് മനസ്സിലാവുന്നില്ല. അവനെ തോണ്ടേ വിളിക്കുക എന്തൊക്കെ ചെയ്യുന്നുണ്ട്. ഒരുപാട് നേരമായപ്പോൾ എനിക്ക് തോന്നുന്നു അവനും എന്തോ മടുപ്പുണ്ടെന്ന് തോന്നുന്നു. കാരണം ചെറിയ മക്കളാണ്, അവർ പറയുന്ന എല്ലാവർക്കും മനസ്സിലാവില്ലല്ലോ. അത് പറയുന്നതാണ് എന്തോ സീരിയസ് ആയിട്ട് പറയുന്നുണ്ട്. ആ പാട്ട് കേൾക്കുന്നതനുസരിച്ച് അതിൻ്റെ കാര്യമാണ് അവൻ പറഞ്ഞു കൊടുക്കുന്നത്. അവിടെ സ്പീക്കർ ഉണ്ട്, സ്പീക്കറിലേക്ക് കഴിച്ചു കൊണ്ടിങ്ങാണ്ട് കാണിച്ചു കൊടുക്കുകയാണ്. എന്തൊക്കെയോ പറയുന്നുണ്ട്, ലൈറ്റും ഫാനും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറേ നേരം നിന്ന് കണ്ട് വർത്തമാനം പറഞ്ഞപ്പോൾ നമ്മൾ പോയി കണ്ട് വിളിച്ചുകൊണ്ട് വന്നു. പിന്നെ ഞങ്ങളെ രണ്ടാളെ കേട്ടോ കാണിച്ചു കൊടുക്കുന്നത്. എന്താണ് അത് പറയുന്നത് എന്നുള്ളത് ഓർമ്മയില്ല, പക്ഷേ എല്ലാ കാര്യങ്ങളും ചൂണ്ടി കാണിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരുപാട് സമയമായിട്ട് അവൻ്റെ അടുത്ത് അവൻ എത്ര പറയുന്നുണ്ട് പോകാനൊക്കെ, പക്ഷേ അത് പോരുന്നില്ല. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ചെറിയൊരു ഗ്യാപ്പ് കിട്ടി അവരുടെ കൂടെ ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് അവരോട് കുറച്ച് സംസാരിക്കുകയൊക്കെ ചെയ്ത് അവിടുന്ന് ഭക്ഷണം കഴിച്ച് ഞങ്ങൾ തിരിച്ചു പോകുന്നു. ഭക്ഷണം കഴിക്കുന്നിടത്ത് നല്ല റഷായിരുന്നു. പിന്നെ അവിടുന്ന് അതൊക്കെ കഴിച്ച് ഞങ്ങൾ തിരിച്ചു പോകുന്നുട്ടോ. ബൈക്കിൽ വരുന്ന സമയത്ത് അത് എപ്പോഴും ഫ്രണ്ട്സിലേ ഇരിക്കുള്ളൂ, ബാക്കിൽ ഇരിക്കുള്ളൂ. ബാക്കിൽ വളരെ റെയർ ആയിട്ടേ ഇരിക്കുള്ളൂ. അതുപോലെ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ വീഡിയോ ഇടാത്തെന്നുള്ളത്. വീഡിയോ ഇടാത്ത മറ്റൊന്നും കൊണ്ടല്ല, വീഡിയോ എടുക്കാനും അത് എഡിറ്റ് ചെയ്യാനും ഉള്ളൊരു ടൈം കിട്ടുന്നില്ല. വർക്കിൻ്റെ ടൈം പറഞ്ഞാൽ ആകെ 1 മണിക്കൂറാണ് എനിക്ക് ഗ്യാപ്പ് ഉണ്ടാവുക. അപ്പം അത് വെച്ചിട്ട് എനിക്ക് എല്ലാം കൂടെ ചെയ്യാൻ കഴിയുന്നില്ല. പിന്നെ അതിൻ്റെ പുറമെ മറ്റു വർക്കുകളും കാര്യങ്ങളും ഉള്ളത് കൊണ്ടാണ്. അപ്പം ഈ ഒരു ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.